ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ട്രിപ്പ് പോകാൻ പോണതാണ്. എവിടെയാണെന്ന് വെച്ചാൽ ചിന്നക്കനാലിലാണ് പോണത്. ഞാനിത് പറയുമ്പോൾ ചെറിയ കനാൽ എന്നാണ് എനിക്ക് വായിൽ വരുന്നത്. ചിന്നക്കനാലിലാണ് നമ്മൾ പോണത്. ഇപ്പോൾ വേണുമാമൻ്റെ വീട്ടിലാണ്. ഇവിടെ എല്ലാവരും പയ്യനെ വരും. ഇവിടെ നിന്നാണ് വണ്ടി ഉള്ളത്. അയ്യക്കുട്ടൻ അവിടെ ഇരുന്ന് സീരിയസ് ആയിട്ടിരുന്ന് എന്തോ കാണുന്നുണ്ട്. അവന് അല്ലു ഹായ് പറഞ്ഞേ. അല്ലുവിന് എത്ര പാവന എടുക്കാൻ സമ്മതിച്ച്? അതെ, ഈ പാവക്കുട്ടിയുടെ പേരെന്താ? പാവക്കുട്ടിയുടെ പേര് ഡോഗ് എന്നാണ്. ഗൈസ് നമുക്ക് ചെടികളുടെ ഇടയിൽ ഒരു തൊട്ടവാടിനെ കിട്ടിയിട്ടുണ്ട്. തൊടും പാടും. അയ്യോ വാടിയില്ലല്ലോ. ആ വാടി നിങ്ങൾ കാണും. അത് വാടി തൊട്ടവാടി. നല്ല രസല്ലേ? അപ്പൊ ഗൈസ് നമ്മൾ ട്രിപ്പ് തുടങ്ങി. ചിറ്റുണ്ട് ഗൈസ്. ചിറ്റു നമുക്ക് പാട്ടൊക്കെ പാടിത്തരുന്നു. ഇനി പയ്യനെ അടുത്തടുത്ത ഫാമിലീസ് ആയിട്ട് കയറും. പാട്ട് പാടുന്നു. അത് കുറച്ചേരം കഴിഞ്ഞിട്ട് പാടുന്നു. ആകെ പാടും ചെന്ന് പയ്യെ. നമ്മ മഴയത്താണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. മുട്ടയില്ലാത്ത മുട്ട സബ്സ്ക്രൈബ് വെച്ച മുട്ടക്കറിയാണ് നമുക്ക് കഴിക്കുന്നത്. എന്തോ ഗൈസ്, നമ്മളിപ്പോ ഫോട്ടോ സെക്ഷനായിട്ട് നിൽക്കണേണ്. ഞാൻ സ്ഥലം കാണിച്ചത്. എല്ലാരും ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത് മുത്താണ്. നമ്മളിപ്പോ തടാകത്തിലേക്കാണ് പോകുന്നത്. തൽക്കാലം എന്റെ ക്യാമറമാൻ സിഗ്ഗുമാണ്. വഞ്ചി, പഴയ വഞ്ചി. അച്ഛനോട് ബെന്നുവിലച്ചനാണ്.
മുതലുണ്ടല്ലോ ഇവിടെ 27 മുതലോ? അല്ലൂടെ ഒരു മുതലിനെ കണ്ടു ഗൈസ്. ഈ ബോട്ടിൽ കയറി പോയാലോ? അടുത്ത് പോയാലോ? നിങ്ങളെയൊക്കെ കൊതിപ്പിച്ചിട്ട് ഞാനങ്ങോട്ട് പോയിക്കൊടുക്കണം. മൊത്തം അതിനെ വെറുതെ വിട് ഗൈസ്. ഇത് കണ്ടിട്ടൊരു പിറാനയും മറ്റേ ഷാർക്കൊക്കെ ഉള്ള സിനിമയില് ഇതുപോലെ ഉണ്ട് സിദ്ധു. അപ്പോ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണാണ്. അവരില്ല പോയില്ല. ദൈവമേ ഗൈസ്, നമുക്ക് കാണാം പ്രദേശമായിട്ട് സ്കിൽഫുൾ ആയിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഒരു ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ മുടിയൊന്നും മര്യാദക്ക് നിൽക്കുന്നില്ല. നമ്മളിപ്പോൾ പോകാൻ പോണ ഗൈസ്. കണ്ണീരൊക്കെ വെള്ളം വന്നിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ ഇങ്ങനെ സൈറ്റിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. നല്ലൊരു സ്ഥലമാണെന്ന് പറഞ്ഞത്. ആ ഭാഗത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് നമ്മ അങ്ങോട്ട് പോണേന്ന്. മഴ പൊടിയുന്നുണ്ട് ഗൈസ്. ഗൈസ്, നമ്മള് നമ്മുടെ എവിടെയാണ് നിക്കുന്നത്? നമ്മ ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് വലിയവരൊക്കെ ഇതേ ജീപ്പിന് പോയി. നമ്മ പിള്ളേര് നടക്കണേന്ന് കുറച്ചൊരു വരാനുണ്ട്. ഞാൻ സിദ്ധു നടക്കാൻ തുടങ്ങി. അടിപൊളി സ്ഥലം. നമ്മ ഇങ്ങനെ നടന്നിട്ട് മഴ പൊടിയൊന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഇറങ്ങി വന്നപ്പോ ജീപ്പ് പോയതേ ഉള്ളു നമ്മളെ വിളിക്കാൻ വരെ. ഇത് അത്യാവശ്യം നടത്തുണ്ടെന്നാ പറഞ്ഞത്. അങ്ങോട്ടേക്ക് നിക്കണ സ്ഥലത്തേക്ക് കുറച്ചുണ്ട്. ഓക്കെ, നല്ല സൗണ്ട് മറ്റേ കാറ്റിന്റെ സ്ഥലം കാണിച്ചത്. ഇതാണ് നമ്മുടെ സ്റ്റേയിലേക്ക് പോണ സ്ഥലം. ഗൈസ്, കഥയിലൊരു ട്വിസ്റ്റ്. നമ്മ ഇവിടെ വരെ എത്തിയപ്പോ ഏതാണ് നമ്മുടെ ഹോട്ടലിൽ ഇപ്പൊ മനസ്സിലാവണില്ല. ഞങ്ങൾ ഏതൊരു ഹോട്ടലിന്റെ ഹോം സ്റ്റേ, ഏതോ ഒരു ഹോം സ്റ്റേയുടെ പാർക്കിംഗ് നടന്നാണ് അവിടെയാണ് ഇപ്പൊ നിക്കണത്. റേഞ്ചും ഇല്ല, ഫോണിന് റേഞ്ചും ഇല്ല. ഫോണിന് റേഞ്ചില്ല. ആരെങ്കിലും വിളിച്ചു ചോദിക്കാൻ. വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് ഒരു ജീപ്പ്. ആ ജീപ്പ് എങ്ങോട്ട് വന്നു അങ്ങോട്ടാണ് നമ്മുടെ ലോഡ്ജെന്ന് നമുക്ക് വിശ്വസിക്കാം. ജീപ്പ് ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റേ എവിടെയെന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ സ്റ്റേ അടിയിലാണ് ഗൈസ്. നമ്മളിങ്ങനെ സിദ്ധുടെ വാക്കിയിട്ട് ഇനി തൊട്ട് ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പൊ ഇതിന് മനസ്സിലാക്കിയേക്കുന്നത്. ഗൈസ്, നമ്മളൊരു അങ്ങനെ നമ്മള് നമ്മുടെ സ്റ്റേയിലേക്ക് എത്തിയിട്ടുണ്ട് സിദ്ധുടൊപ്പം. സിദ്ധുവിനെ വിശ്വസിന് നടക്കാൻ വരെ പറ്റൂല. നമ്മുടെ ഹോട്ടൽ റൂമാണ്. അതിന്റെ വ്യൂ ആണിത്. നല്ല തണുപ്പ്. വീണ്ടും
ഗൈസ് നമ്മ തിരിച്ച് ബസ്സിലേക്ക് പോണാണ്. നമ്മ ബസ്സിൽ പോണ ജീപ്പിന്റെ ബാക്കിൽ നിന്നിട്ടാണ്. സിദ്ധു പിടിച്ചു നിന്നോട്ടോ. ഗൈസ് നമ്മുടെ ട്രിപ്പ് തീർന്നേക്കുവാണ്. എല്ലാരും വീട്ടിലേക്ക് പോകാൻ പോണേ. എല്ലാം പാക്ക് ചെയ്ത് മഴയൊക്കെ കാരണം കൊണ്ട് നമുക്കങ്ങനെ ഭയങ്കര ഇട്ടും സ്ഥലങ്ങളൊന്നും ഭയങ്കര മഴയാണ്. നല്ലൊരു സമയം നോക്കിയാണ് നമ്മൾ ട്രിപ്പ് പോയ കാരണം കൊണ്ട് അങ്ങനെ കുറെ സൈറ്റ് സീറ്റിംഗ് നമ്മൾ വണ്ടിയിലിരുന്നാണ് കുറേയൊക്കെ വ്യൂ ഒക്കെ കണ്ടത്. എനിക്കല്ല, ഞാനതാ പ്രിഫർ ചെയ്തത്. പിന്നെ ടീ ഫാക്ടറി കയറുമ്പോൾ പക്ഷെ അവിടെ കയറിയിട്ട് ടീ ഫാക്ടറി കുറെ കണ്ട് മടുത്ത് എനിക്ക് കയറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പാർക്കിൽ നല്ലായിരുന്നു. എല്ലാവരും കൂടെ നല്ല സംസാരിച്ച് കണ്ട് കുറെ കയറി കൊള്ളാം. പിന്നെ മെയിനായിട്ട് എല്ലാവരും കൂടെ കളിച്ചത് തമ്പോല കളിക്കാൻ വേണ്ടി നമ്മ മൂന്നാർ വരെ പോയി എന്നാണ് ഇപ്പം എൻ്റെ ഒരു ഇത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ടൂറിൻ്റെ വ്ളോഗിനെ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ബൈ.